കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഏറ്റവും ആവേശം റിപ്പോർട്ടർ ചാനലിലാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധിയായ റോഷി പാലിനെ ആട്ടി ഓടിച്ചത് കൊണ്ട് തന്നെ അവരുടെ പക വീണ്ടും വീണ്ടും അത് ആളിക്കത്തുകയാണ്. അതുകൊണ്ടാണ് മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ വലിയ തോതിലുള്ള കള്ളത്തരങ്ങൾ, കല്ല് വെച്ച നുണകൾ ഇങ്ങനെ തട്ടിവിടുന്നത്. മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ ഭാവതലങ്ങളൊക്കെ നൽകി റേറ്റിംഗ് കൂട്ടാൻ, അതായത് ബാർക്ക് റേറ്റിംഗ് കൂട്ടാൻ വലിയ ശ്രമങ്ങൾ നടത്തുകയാണ് മുട്ടിൽ മരമുറി കേസിലെ പ്രധാന പ്രതിയായിരുന്ന അതിൻ്റെ ചാനൽ ഉടമയായ ആൻഡോ അഗസ്റ്റിനും സംഘവും. എന്നാൽ ഈ വിഷയത്തിൽ കെ സുധാകരൻ കൃത്യമായി മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്. നിങ്ങൾ കട്ടുപ്പത്തിൽ ഒരു കട്ടൻ കാപ്പി കുടിച്ച് വീട്ടിൽ സുഖമായി കിടന്നുറങ്ങൂ, അതാണ് നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ള പണി. അത് കുറച്ചുകൂടി വ്യക്തമാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭക്ഷണം വേണോ, വിശക്കുന്നുണ്ടോ? അപ്പോൾ മാധ്യമങ്ങളുടെ ആ ഒരു ബോഡി നേച്ചറിൽ നിന്നും വളരെ വ്യക്തമാണ്, അവർക്ക് ഭക്ഷണമല്ല വേണ്ടത്, അവർക്ക് എങ്ങനെയെങ്കിലും കെ സുധാകരൻ്റെ വായിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടണം. അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് അടുത്ത ബ്രേക്കിംഗ് ന്യൂസാക്കി സ്ക്രോൾ ചെയ്ത് വിടണം. ഇതൊക്കെയാണല്ലോ ഈ ചാനലുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയും. ഏതായാലും അതിന് കൃത്യമായ മറുപടി ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ കൊടുത്തിരിക്കുകയാണ്. നേതൃസ്ഥാനത്ത് മാറ്റമുണ്ടാക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ അത് പ്രചരിപ്പിക്കുന്നത് ഏത് ചാനലായിരുന്നാലും അവരുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല എന്ന് ഷാഫി പറമ്പിൽ തുറന്നടിച്ചിരിക്കുകയാണ്. റോജി എം ജോണും വിഷ്ണുനാഥും ഒക്കെ ഈ വിഷയത്തിൽ കെ സുധാകരനോടൊപ്പം തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടമാണ്. യൂത്ത് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ യുവ നേതാക്കൾ കാണിക്കുന്ന സാമാന്യ ബോധമെങ്കിലും അല്ലെങ്കിൽ അവരുടെ മനസ്സമീപനമെങ്കിലും മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ കോൺഗ്രസ്സിലുള്ളവർ കാണിക്കണമെന്ന വാക്ക് പറഞ്ഞു. ഉടനെ അതെടുത്തു വെച്ച് മാധ്യമങ്ങൾ അലക്കുന്നു. കെ സുധാകരനെയും കെ മുരളീധരനും ഒക്കെ രാഹുൽ മാങ്കൂട്ടം കണക്കിന് കൊടുത്തു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. വ്യാഖ്യാനിക്കാൻ ഏറ്റവും മിടുക്കരായിട്ടുള്ളവർ മീറ്റ് ദി എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരാണ്. സ്മൃതി പരുത്തിക്കാടും ഡോക്ടർ അരുൺകുമാറും സുജയ പാർവതിയും ഉണ്ണി ബാലകൃഷ്ണനും കൂടെ ചേർന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വിശദീകരിക്കുന്നതും കേരളത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത്. കെ സുധാകരൻ നിരവധി തവണ റിപ്പോർട്ടർ ചാനലിൻ്റെ തെറ്റായ നയങ്ങളെക്കുറിച്ചും കോൺഗ്രസ് വിരുദ്ധതയെക്കുറിച്ചും തുറന്നടിച്ചതിൻ്റെ പക അവരുടെ ഉള്ളിൽ ഇങ്ങനെ ആളിക്കത്തുകയാണ്. ഒരു ഇൻ്റർവ്യൂയോ ഒരു ബൈറ്റോ ഒന്നും കെ സുധാകരൻ റിപ്പോർട്ടർ ചാനലിന് വേണ്ടി കൊടുക്കാറില്ല. അതിന് കാരണം അവരെല്ലാ രീതിയിലും പിണറായിയുടെ ഏജൻ്റായി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. പിണറായി വിജയൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആൻഡോ അഗസ്റ്റിൻ അടക്കമുള്ളവർ ഇപ്പോഴും സുഖമായി വിലസി നടക്കുന്നത് എന്നുള്ളത് കെ സുധാകരൻ വ്യക്തമാക്കി കൊടുക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും കല്ലുകടി കൂടുക തന്നെ ചെയ്യും. അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റമുണ്ടാകേണ്ട കാര്യമില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞപ്പോൾ അതിനെ ഡിസക്റ്റ് ചെയ്യാൻ, അതായത് പൊളിച്ചു കീറാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല മാധ്യമങ്ങളും നടത്തിയപ്പോൾ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ കണ്ടാൽ മനസ്സിലാകുന്ന ആളായിരിക്കണം അധ്യക്ഷ സ്ഥാനത്ത് വരേണ്ടത്. പാൻ കേരള രാഷ്ട്രീയ നേതാവാണ് കെ സുധാകരൻ, MP ആണ് നിലവിൽ എന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം വളരെ കൃത്യമായി അറിയാം. പിണറായിക്ക് ഒരു മൂന്നാമത് അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ ലോക്കൽ നേതാക്കൾ ആരെങ്കിലും അധ്യക്ഷനായാൽ പറ്റില്ല. ആൻഡോ ആൻ്റണിയും അതല്ലെങ്കിൽ ബെന്നി ബെഹനാനും ഒക്കെ ലോക്കൽ നേതാക്കളാണ്. അവർക്ക് ക്രൈസ്തവ സഭയുടെ പിന്തുണയുണ്ടെന്നോ അല്ലെങ്കിൽ അത്തരത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നോ ഒക്കെ കീഴ്വഴക്കം വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്.